ഹലോ ക്രിസ്മസ് സ്പെഷ്യൽ ഹെയർ ബാൻഡിലെ വേറൊരു ഐറ്റമാണ് കേട്ടോ ഇത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതിനായിട്ട് ഹെയർ ബാൻഡിൻ്റെ കോഴ്സ് അങ്ങനെയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് റെഡ് നമ്മുടെ ഫോം ഷീറ്റില്ലേ, കളർ ഗ്ലിറ്റർ ഷീറ്റാട്ടോ എടുത്തേക്കുന്നത്. അത് ഞാനൊരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിൽ ഓൾറെഡി ഒരു പേപ്പറിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഇതിലോട്ട് പകർത്തിയിട്ട് നമ്മൾ വെട്ടിയെടുക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്രിസ്മസ് സീസണിലൊക്കെ നമുക്ക് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് ഏണിങ്സൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അടുത്തുള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ ഞാനൊരു വയർ ബോൺ കേട്ടോ എടുത്തേക്കുന്നത്. വയർ ബോൺ നമ്മൾ ഈ കനം കുറഞ്ഞ ബോ നമ്മളിങ്ങനെ ബട്ടർഫ്ലൈ ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം അതിലോട്ട് ഇങ്ങനെ കുത്തിയിട്ട് എടുക്കുക കഴിഞ്ഞാൽ നമുക്കവിടെ ഫിക്സ് ആയിട്ട് ഇരുന്നുണ്ട്. ഞാൻ സൈഡിലാണ് കേട്ടോ വെക്കുന്നത്. അത് സൈഡിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് പിന്നെ അതിന് ശേഷം നമുക്ക് ഗ്ലൂ വെച്ച് ഒട്ടിക്കാം കേട്ടോ. പിന്നെ ഞാനൊരു വൈറ്റ് ഇതുപോലെ തന്നെ ഗ്ലിറ്റർ ഷീറ്റിൽ ചെറിയൊരു ബട്ടർഫ്ലൈ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ നടുക്കിൽ തന്നെ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ക്രിസ്മസ് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനത്തെ ക്രിസ്മസ് തീമിൽ ഗ്രീനും എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നടുക്കിൽ ഒട്ടിക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം അതൊന്നും കൂടെ ഇത്തിരി കൂടെ ഫിക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് റെഡ് തന്നെ ഞാൻ നീളത്തിൽ ഗ്ലിറ്റർ ഷീറ്റ് വെട്ടിയെടുത്തിട്ട് നടുക്കിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം അതിനനുസരിച്ച് വല്ല ലേസോ അതുപോലെ തന്നെ വല്ല സ്റ്റോണൊക്കെ വെക്കണമെങ്കിൽ അങ്ങനെയാണെങ്കിലും വെച്ചെടുക്കാവുന്നുള്ളൂ. അപ്പം ഞാനിത് ഇങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. അതിന് ശേഷം ഞാൻ ഈ സൈഡിലൊക്കെ പിന്നെ ബീഡ്സാണ് ഇടുന്നത്. ഇത് നല്ല ടൈറ്റിൽ തന്നെ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ ആ ഹെയർ ബാൻഡും ഒട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ സൈഡിലും കൂടെ ഞാൻ പശ തേക്കുന്നുണ്ട്. ആ ബട്ടർഫ്ലൈ കറക്റ്റായിട്ട് അവിടെ ഫിക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സൈഡിൽ കൂടെ ഞാൻ ബീഡ്സ് ആയിട്ട് ഇടുന്നത്. ഞാൻ റെഡും വൈറ്റാണ് ഇടുന്നത്. അപ്പോൾ എൻ്റെ വൈറ്റിൻ്റെ ബീഡ്സ് കുറവായതുകൊണ്ട് ഞാൻ വൈറ്റ് ഒരെണ്ണം പിന്നെ ഒരു 3 റെഡാണ് കേട്ടോ ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റെഡ് ഒരു വൈറ്റാണ്, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഡബിളായിട്ടൊക്കെ ഇടാം. ഞാനിപ്പോൾ ഇങ്ങനെ ഇട്ടുവെന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നമുക്കത് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ചിലവർക്ക് പല രീതിയിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഞാനൊരു സൈഡിൽ ഇപ്പോൾ ഒരു വൈറ്റും 3 റെഡും അങ്ങനെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കോർത്തെടുക്കുന്നത്. ഇപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ കോർത്തെടുക്കാണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പശയും തേക്കുകയാണെങ്കിൽ ഒന്നും കൂടെ സെക്യൂർ ആയിട്ട് ഇരിക്കുന്നതായിരിക്കും. അപ്പം നമുക്കത് ബീഡ്സ് ഒന്നും ഇങ്ങനെ ഇളകാതെ കിട്ടും കേട്ടോ. അപ്പം ഞാനിത് റെഡൊക്കെ അതിൽ കയറ്റിയിട്ട് ഈ സൈഡ് ഫുള്ളായതിന് ശേഷം അപ്പുറം സൈഡ് ഇടാം. അപ്പം ഞാനിപ്പോൾ അതല്ല അതേ ഒരു പാറ്റേണിൽ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ എൻഡ് ടാപ്പ് ഒട്ടിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ബീഡ് ഉണ്ട്, നമുക്കൊരു മഴത്തുള്ളിയുടെ ഷേപ്പുള്ള അത് വേണമെങ്കിലും ഇടാം. ഞാൻ ഇപ്പം ബീഡാണ് കേട്ടോ ഇടുന്നത്. എൻ്റെ എൻഡ് ടാപ്പില്ല, ഞാൻ ബീഡാണ് ഇടുന്നത്. അതിന് ശേഷം അതും അവിടെ നല്ലോണം ഗമ്മ് തേച്ചിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഞാൻ B7000ൻ്റെ ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. വേണമെങ്കിൽ ഫെവി ബോണ്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫെവിക്കോളൊന്നും ഇങ്ങനെ ഇത്ര സ്റ്റഡി ആയിട്ട് ഇരിക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കനമുള്ള നല്ല പശ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഞാൻ അപ്പുറ സൈഡിൽ അതേ സെയിം പാറ്റേണിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. അപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ.